പിന്നെ അവര് പറയുന്ന ആഗ്രഹിക്കുന്ന ആഹാരമൊന്നും നമുക്ക് ഇപ്പൊ ഉടനെ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാ. എല്ലാവരും കഴിക്കുമ്പോഴൊക്കെ ആർക്കും കഴിക്കണമെന്നൊക്കെ പറയുമ്പോഴേ നമ്മള് ഒന്നും കാണാതെ നമ്മള് തണ്ടതല്ലേ നമുക്ക് അങ്ങനെ പറ്റൂ. അതുകൊണ്ട് പറയും മക്കളെ അവസ്ഥയൊക്കെ അറിഞ്ഞ് ജീവിക്കണം, മറ്റതാ മറിച്ചതാന്ന്. അവര് കുഞ്ഞുങ്ങളല്ലേ, അവരിപ്പോ കഴിക്കുന്ന പ്രായം ഇച്ചിരി കൂടെ കഴിക്കുന്ന പ്രായമല്ല, ഇപ്പോഴാണ് അവർ കഴിക്കേണ്ട പ്രായം. പക്ഷെ അത് കൊടുക്കാനില്ല. ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടത്തില. ചിലപ്പോ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോ എനിക്കങ്ങ് ദേഷ്യം വരും. അവര് ചോദിക്കുന്നത് അവർക്ക് ചിക്കൻ വേണം, പിന്നെ ഞങ്ങൾക്ക് പായസം കുടിക്കണം. ഓണം വന്നാൽ പോലും അമ്മൂമ്മ പായസം വയ്ക്കത്തില്ലല്ലോ അമ്മൂമ്മ. അന്നേരം ഞാൻ പറയാം, അമ്മയാ മാമനൊക്കെ മരിച്ചില്ല മോളെ, അതുകൊണ്ട് നമുക്ക് ഓണമൊന്നും ഒരു കണ്ട ഈ ട്രിപ്പ് അങ്ങനെയൊക്കെ അങ്ങ് ഓരോന്ന് പറഞ്ഞങ്ങ് വെക്കും. ഓണത്തിന് അങ്ങനെ ആഹാരം ഓണത്തിനൊന്നും അങ്ങനെ ആഹാരമൊന്നും വെക്കത്തില്ല. സാറ് ഓണത്തിന് ഇച്ചിരി സാധനങ്ങൾ തരും. എന്തായാലും ശരി, സങ്കടങ്ങളാണ് മുഴുവനും. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ നടക്കൽ. ഈ അമ്മയുടെ 2 മക്കളും ചില സാഹചര്യങ്ങൾ മരണപ്പെട്ടു. എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ 2 മക്കൾ, അവരുടെ അമ്മയെ അച്ഛൻ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി. 5 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലടക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മക്കളെ ഈ അമ്മൂമ്മയാണ് സംരക്ഷിക്കുന്നതും. പിന്നെ പറയാനുള്ളത് അമ്മ സന്തോഷ്, അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ് അമ്മ സന്തോഷ്. അദ്ദേഹം കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലും ഒരു അമ്മയുടെ 2 മക്കളും മരിച്ചു അല്ലേ? മരിച്ച് വല്ലാത്തൊരവസ്ഥയാണ്. വല്ലാത്ത ഒരു അമ്മയ്ക്ക് ഇത് ഇങ്ങനൊരു അവസ്ഥ വരല്ലേ എന്ന് കൈയെടുക്കുക. അത്രയ്ക്ക് സങ്കടത്തിലാണ്. മക്കളില്ലെങ്കിൽ എന്തൊരു ജീവിതം, എന്തിനു ജീവിച്ചിരിക്കുന്നതെന്നാ ചിന്തിക്കുന്നത്. പിന്നെ ഈ 2 പൊടി പാലകന്മാരെ ഇട്ടിട്ട് എനിക്ക് മരിക്കാൻ തോന്നുന്നതുമില്ല. അവര് കാരിരിക്കുന്നു. അവര് ചോദിക്കുന്ന ഇത് അമ്മൂമ്മ മരിച്ച പിന്നെ ഞങ്ങൾക്ക് ആരുണ്ട് അമ്മൂമ്മ? സങ്കടം കൊണ്ടും പ്രയാസം കൊണ്ടും. അമ്മയുടെ മക്കൾക്ക് എന്ത് പറ്റിയതാണ്? മോളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് ഭർത്താവ്. ചേട്ടത്തിയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു, ചേട്ടന്റെ ഭാര്യയായിട്ട്. അല്ലല്ല, ഇതെന്റെ മക്കളാ, എന്റെ മോളെ മക്കളാ. അത് ചേട്ടൻ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച്. മോനുണ്ടായിരുന്നു. അത് സാമ്പത്തിക പ്രശ്നം വെച്ച് മോൻ വിഷം കുടിച്ച് കുടുംബത്തോടെ. കൊച്ചിനും കൊടുത്ത് അവരും കുടിച്ച്. പക്ഷെ കൊച്ചും മോനും മരിച്ച്, അവള് ജീവിച്ചിരിപ്പുണ്ട്. എന്റെ മോനും മരിച്ച്, കൊച്ചും മരിച്ച്. അമ്പാടിന്നായിരുന്നു പേര്. ഞങ്ങള് അമ്മയുടെ ഒരു വാർത്ത ചെയ്യുന്ന അമ്മയുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട അമ്മയുടെ മകള് ലോട്ടറി കച്ചവടം മരണപ്പെട്ട്. അപ്പോ അവർക്ക് ക്ഷേമനിധിന്ന് കിട്ടിയ പൈസ ആരോ തട്ടിയെടുത്തു. കടപ്പാക്കട പിന്നെ ഭാഗ്യക്കുറി ഓഫീസുകാര് തട്ടിയെടുത്ത് പറ്റിച്ച് ഞങ്ങള്. അത് അമ്മ പരാതിപ്പെട്ടിട്ടൊന്നും ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്തില്ല. അത് അറിയാൻ വയ്യ, മുഖ്യമന്ത്രിക്ക് എവിടാ കൊടുക്കണ്ടേന്ന് അറിയാൻ വയ്യ. ഇപ്പൊ മോനും ഒക്കെ മരിച്ചത് കൊണ്ട് വലിയ ഇതൊന്നും ഇല്ല, പോണോന്ന് വരണമെന്നുള്ള ഒരു. അമ്മയുടെ ഈ ക്ഷേമനിധിയില് മകളുടെ ക്ഷേമനിധി പൈസ എത്ര രൂപ ഉണ്ടായിരുന്നു? അവര് പറയുന്നത് 50,000 രൂപയ്ക്ക് 50 രൂപയുടെ കുറവെന്ന്. ഇങ്ങനൊന്ന് ഒരു വാക്കിന്റെ കൂടെ രണ്ടുപേരുടെയും കൂടെ പേർ കിട്ടെന്നും പറഞ്ഞ് ഒരു കോപ്പി എന്റെ അടുത്ത് തന്നു. ഇതാണല്ലേ ഒരു കോപ്പി സംഭവം. ഇതിനകത്ത് ഇതിന്റെ ഈ ഒറിജിനൽ ചെക്ക് എവിടെ പോയി? അത് അവരുടെ കയ്യിലാ. ഇത് ചെക്കിന്റെ ഫോട്ടോ സ്റ്റാറ്റ് മാത്രമേ ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. ഇതൊരു A4 സൈസ് പേപ്പറില് 2 ചെക്കിന്റെ ഫോട്ടോ. ഒന്ന് ശിവജ്യോതി S, അതില് 24,975 രൂപ. ഈ ശിവനന്ദ, അതാരാണ് ശിവനന്ദ? മോള് ശിവനന്ദയുടെ പേരിൽ 24,975 രൂപയുണ്ട്. ഇതിന്റെ ഒറിജിനൽ ചെക്ക് ഇല്ലേ അമ്മയുടെ? ഇല്ല മോനെ, പറ്റിച്ചതാ മോനെ. അത് അമ്മ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോ? ഇല്ല മോനെ, ഞാൻ ഇത് സ്വർണം പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് ഇത്ര സാധനം തന്നോളൂ? ഇത്രേ തന്നിട്ടുള്ളൂ. എവിടെന്നാ തന്ന അമ്മയ്ക്ക്? ഇത് പിന്നെ ഇരുമ്പുകാരൻ ബാങ്കിൽ കടപ്പാക്കട തന്നപ്പോ അവര് പറഞ്ഞു അവിടെ പൈസ ഉണ്ടെന്ന്. അവിടെ പൈസ ഉണ്ടെന്ന്. പിന്നെ ചോദിച്ചപ്പോ അവര് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടോ, നിങ്ങൾ ഇവിടെ തങ്കമാണോ, നിങ്ങൾ ഇവിടെ പൈസ കൊണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഭാഗ്യക്കുറി ഓഫീസുകാരാ അവിടെ ഇരിക്കുന്നവന്മാരാ പറഞ്ഞ ഇവിടെ കൊണ്ടിട്ടേക്കുന്നെന്ന്. അവന്മാരങ്ങനെ പലതും പറയുന്നു. അവരൊക്കെ തിന്നിട്ട് ഞങ്ങള്
ബാങ്കിലുണ്ടെന്ന് പറഞ്ഞ് അമ്മ ഇരിക്കരുതേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പിന്നെ ഈ കോപ്പി എന്നെ എന്തിനാന്ന് ചോദിച്ചു. ഇത് ഈ മക്കൾക്ക് ഇപ്പൊ മൈനറാണ്, മേജർ ആകുമ്പോഴാണ് ആ പൈസ കിട്ടണ്ടേ. എന്റെ കുഞ്ഞുങ്ങൾ അക്കൗണ്ടിലിട്. ഞാൻ എന്റെ കാറ്റിൽ നിന്നങ്ങ് പോയാലും എന്റെ കുഞ്ഞുങ്ങൾ ആ പൈസക്കൊന്നും ഓടത്തില്ലല്ലേ, അവർ അക്കൗണ്ടിൽ ഇട്ടുകൊടു. ഇത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതോ അമ്മയുടെ പൈസ നഷ്ടപ്പെട്ടോ? നഷ്ടപ്പെട്ടത് ചോദിച്ചോ? വക്കീലന്മാരോടോ ആരെങ്കിലും ചോദിച്ചോ? ഇത് അമ്മയെ പറ്റിച്ചതാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? വക്കീലും പിന്നെ വേറെ തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഈ എഴുതുന്ന കോടതിയിലും അവിടെയൊക്കെ എഴുതാതിരിക്കുന്നവരോടൊക്കെ ചോദിച്ചവൻ പറഞ്ഞു അമ്മ ഇത് ഡ്യൂപ്ലിക്കേറ്റ് അമ്മയെ പറ്റിച്ചതാന്ന്. ഇവന്മാര് ഭയങ്കര തട്ടിപ്പാന്ന് ഈ ഭാഗ്യക്കുറി ഓഫീസുകാർ ഈ കടപ്പാക്കടക്കാര്. തട്ടിപ്പാന്ന് ആരെങ്കിലും പറയുന്നതല്ല, നമ്മളവിടെ ചെല്ലുമ്പോ അവിടെ പ്രശ്നങ്ങൾ നടക്കുന്ന നമ്മൾ കണ്ടോണ്ടിരിക്കുക. പൈസ അടയ്ക്കാൻ പോകും. മാസം പരാതി കൊല്ലത്ത് കൊടുത്ത് 2 സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിലും കൊടുത്ത് പിന്നെ ഒന്ന് ഏതായിരുന്നു അവിടെയും കൊടുത്തു. വിജിലൻസ് എന്തോ വേണമെന്ന് പോലെ ചെയ്യാം അമ്മാന്നും പറഞ്ഞ് എന്നെ വിട്ട്. വിജിലൻസ് ഫയലാക്കിയായിരുന്നു ഈ കേസ്. ഫയലാക്കി നമ്മള് കൊണ്ടുവന്ന് കൊടുത്ത അപേക്ഷ. അല്ലാതെ കേസ് ഫയലാക്കിയായിരുന്നു? നമ്പർ വല്ലതും തന്നോ? ഒന്നും തന്നില്ല. അങ്ങനെയൊന്നും തന്നില്ല. അതിനൊന്നും അറിഞ്ഞൂടാ ഇല്ലേ? ഒന്നും അറിഞ്ഞൂടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. കേസ് ഫയലാക്കിയോ ഒന്നും അറിയണ്ട അല്ലേ? എന്തായാലും ശരി അമ്മ, ഇതും കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെ ഒന്ന് പോകും. സംസ്ഥാന ലോട്ടറി ആണല്ലോ അടുത്തത് അല്ലേ? സംസ്ഥാന ലോട്ടറി വകുപ്പിലാണല്ലോ മോള്. അപ്പൊ എന്തായാലും എന്ത് പറ്റി? തല ഇറങ്ങണം. എനിക്ക് നിക്കാനൊന്നും വയ്യ മോനെ. കൂടുതലും എനിക്ക് കുഞ്ഞുങ്ങളെ കാര്യവും അവരെ 10 രൂപയുള്ളത് അവരെ അക്കൗണ്ടിൽ ഇട്ടുകൊടു. അവത്തുങ്ങൾ പൊങ്കച്ചിക്കളാ, അവരെവിടെ നിന്ന് പറഞ്ഞു കൊടും. ഈ ഇത്രയും വലിയ വീടൊക്കെ അമ്മ സന്തോഷം എന്ന് പറയുന്നത് നടക്കിലുള്ള സാറ് സന്തോഷം എന്ന് പറയും. ഞങ്ങളെ താമസിച്ച വാടക വീട്ടില് 3-4 പേര് പാരിപ്പള്ളിയിലുള്ളവര് പറഞ്ഞ് സാറേ ആ ഒരു അമ്മയും 2 കൊച്ചുങ്ങളും ഒരു അച്ഛനും കൂടെ ഇന്നടുത്ത് താമസിക്കുന്നു, സാറൊന്ന് പോയി നോക്കണേ സാറേ, അവരെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണേന്ന്. അങ്ങനെ സാറ് വന്ന് 3-4 സാറുമാരായിട്ട് വന്ന് ഈ സാറ് വന്ന് കണ്ട് കരഞ്ഞ്. അന്ന് മഴയും കൂടെ ആയിരുന്നു, പെരുമഴയായിരുന്നു. പെരക്കകത്തെല്ലാം വെള്ളം കെട്ടിക്കിടക്കുക. ഞങ്ങള് വെളിയിൽ നിൽക്കുകയോ ഈ കൊച്ചുങ്ങളും ഞാനും അണ്ണൻ ഭാഗ്യക്കുറിയും കൊണ്ട് പോയിരിക്കാൻ. അങ്ങനെ വരുന്ന ആ സമയം സാറ് വരുന്നത്. ഇതെന്തോ ഇത് വീടാണോ, ഇതെന്തോ കായലോ കടലോ, ഈ അമ്മ എങ്ങനെ ഈ കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ കിടക്കുന്നു? സത്യം പറയാൻ ആ സാറ് വായിട്ട് കരഞ്ഞ്. ഞാൻ ഒരിക്കലും ഈ രംഗങ്ങൾ എങ്ങും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ അമ്മ സമാധാനപ്പെട്. അമ്മയ്ക്ക് മോൻ വെച്ച് തരും, അമ്മയുടെ മോൻ വീട് വെച്ച് തരും, വസ്തു മേടിച്ച് വീട്. ഒരു 4 മാസം കൂടെ എങ്ങനെയെങ്കിലും കഷ്ടിച്ച് അമ്മ ഇവിടെ കിട അങ്ങനെ വെച്ച് തന്നു. മക്കളുടെ പഠിത്തവും മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ സാറാ നോക്കുന്നത്. സാറാ നോക്കുന്നത്. ഈ ബാക്കി ആഹാരമൊക്കെ എങ്ങനെ ചെലവൊക്കെ ഈ 30 ഭാഗ്യക്കുറിയും കൊണ്ട് പോകും മോനെ. 300 രൂപ കിട്ടും. അതുകൊണ്ടൊക്കെ വേണമെന്നവരൊക്കെ ചെയ്യും. കറണ്ട് ബില്ലൊക്കെ ഒരുപാടാ വരുന്നത്. ഇപ്പൊ 1000-1000, 1500 ഇപ്പൊ വരുന്നത്. മറ്റേ 600 രൂപയിലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അതിൽ കൂടുതലൊക്കെ എല്ലാവർക്കും കൂടുതലാന്ന് പറയുന്നു. അങ്ങനെ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാ. പിന്നെ ചെലവൊക്കെ എങ്ങനെങ്കിലും പിന്നെ അവര് പറയുന്ന ആഗ്രഹിക്കുന്ന ആഹാരമൊന്നും നമുക്ക് ഇപ്പൊ ഉടനെ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയാ. എല്ലാവരും കഴിക്കുമ്പോഴൊക്കെ ആർക്കും കഴിക്കണമെന്നൊക്കെ പറയുമ്പോഴേ നമ്മള് ഒന്നും കാണാതെ നമ്മള് തണ്ടതല്ലേ നമുക്ക് അങ്ങനെ പറ്റൂ. അതുകൊണ്ട് പറയും മക്കളെ അവസ്ഥയൊക്കെ അറിഞ്ഞ് ജീവിക്കണം, മറ്റതാ മറിച്ചതാന്ന്. അവര് കുഞ്ഞുങ്ങളല്ലേ, അവരിപ്പൊ കഴിക്കുന്ന പ്രായം ഇച്ചിരി കൂടെ കഴിക്കുന്ന പ്രായമല്ല, ഇപ്പോഴാണ് അവർ കഴിക്കേണ്ട പ്രായം. പക്ഷെ അത് കൊടുക്കാനില്ല. ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടത്തില. ചിലപ്പോ എന്തെങ്കിലും പറയുമ്പോൾ ചിലപ്പോ എനിക്കങ്ങ് ദേഷ്യം വരും. അവര് ചോദിക്കുന്നത് അവർക്ക് ചിക്കൻ വേണം, പിന്നെ ഞങ്ങൾക്ക് പായസം കുടിക്കണം. ഇവര് ഓണം വന്നാൽ പോലും അമ്മൂമ്മ പായസം വെക്കത്തില്ലല്ലോ അമ്മൂമ്മ. അന്നേരം ഞാൻ പറയാം അമ്മയാ മാമനൊക്കെ മരിച്ചില്ല മോളെ, അതുകൊണ്ട് നമുക്ക് ഓണമൊന്നും ഒരു കണ്ട ഈ ട്രിപ്പ് അങ്ങനെയൊക്കെ അങ്ങ് ഓരോന്ന് പറഞ്ഞങ്ങ് വെക്കും. ഓണത്തിന് അങ്ങനെ ആഹാരം ഓണത്തിനൊന്നും അങ്ങനെ ആഹാരമൊന്നും വെക്കത്തില്ല. സാറ് ഓണത്തിന് സാധനങ്ങൾ തരും. എന്തായാലും ശരി, സങ്കടങ്ങളാണ് മുഴുവനും. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ നടക്കൽ. ഈ അമ്മയുടെ 2 മക്കളും ചില സാഹചര്യങ്ങൾ മരണപ്പെട്ടു. എനിക്ക് പിന്നിൽ നിൽക്കുന്ന ഈ 2 മക്കൾ, അവരുടെ അമ്മയെ അച്ഛൻ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തി. 5 വർഷങ്ങൾക്ക് മുമ്പാണ്
അങ്ങനെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജയിലിലടക്കുകയും ചെയ്തു. അതിനുശേഷം ഈ മക്കളെ ഈ അമ്മൂമ്മയാണ് സംരക്ഷിക്കുന്നതും. പിന്നെ പറയാനുള്ളത് അമ്മ സന്തോഷ്, അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ് അമ്മ സന്തോഷ്. അദ്ദേഹത്തിന് ജില്ലയിൽ പലയിടത്തും അമ്മ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനമുണ്ട്. സ്വർണ്ണപ്പണയത്തിനുമേൽ പണം കടം കൊടുക്കുന്ന സ്ഥാപനം. അദ്ദേഹം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരു കുടുംബത്തെയാണ് അദ്ദേഹം സംരക്ഷിച്ചത്. തികഞ്ഞ സന്തോഷമാണ് നമുക്ക്. പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൂടി ഞങ്ങൾ ഈ ഒരു സാഹചര്യം വെക്കുന്നു. ഈ ഒരു സാഹചര്യങ്ങളും അമ്മ പറഞ്ഞ സങ്കടങ്ങളൊക്കെ കേട്ടു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനമായി തോന്നിയത് ഈ അമ്മയുടെ മകൾ ലോട്ടറി വിൽപ്പനക്കാരിയായിരുന്നു. അവരെ കൊലപ്പെടുത്തുമ്പോൾ ആ മരണം കാണിച്ചുകൊണ്ട് അവർ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധിയിൽ അംഗവുമായിരുന്നു ഈ മകൾ. അതുകൊണ്ട് തന്നെ കൊല്ലം കടപ്പാക്കട ക്ഷേമനിധി ബോർഡിൽ നിന്നും ഈ അമ്മയുടെ മകൾക്ക് കിട്ടിയ ആ പൈസ ഈ മക്കൾക്ക് വേണ്ടി, ആ പണം എന്തൊക്കെയോ കാരണം കൊണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇതൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ പോലും അതിന് കാര്യവിവരമുള്ളവർ ഇറങ്ങി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ ആരുമില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ശരി, ഈ ഒരു വാർത്തയ്ക്കൊപ്പം ഞങ്ങൾ ഈ അമ്മയെ ബന്ധപ്പെടുവാനുള്ള നമ്പർ കൂടി ചേർക്കും. സഹായിക്കുവാൻ കഴിയുന്നവർ അങ്ങനെ സഹായിക്കുക, ഉപദേശിക്കുവാൻ കഴിയുന്നവർ ഉപദേശിക്കുക. എന്തു തന്നെയായാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു വാർത്തയും ഒപ്പം അമ്മയുടെ നമ്പരും പരസ്യപ്പെടുത്തുന്നു.